Greetings to you all in the sweet name of our Lord and Savior Jesus Christ. കർത്താവായ യേശുവിന്റെ മാധുര്യ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. In a way, it's so wonderful and joyful to be on the last day of the 5th month of the year. ഈ വർഷത്തിന്റെ 5ാമത്തെ മാസത്തിന്റെ അവസാന ദിവസം ദൈവസന്നിധിയിലായിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഞാൻ കാണുന്നു. It's not because we kept ourselves safe that we are on 31st of May. ഈ 31 മെയ് മാസം 31 തീയതി നമ്മെ ദൈവം സന്തോഷത്തോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിന് മാത്രമല്ല, it's not we who kept ourselves safe, our God protected us. നാം അല്ല നമ്മെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചത്, നമ്മുടെ ദൈവമാണ് നമ്മെ സംരക്ഷിച്ചത്. As many of you listen to me, your aspirations and dreams for the year has been shattered. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും ഈ വർഷത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രത്യാശകളും സ്വപ്നങ്ങളും ഒക്കെയും തകർന്നതായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. Today morning I was looking into the calendar of our church. ഞാൻ ഇന്ന് രാവിലെ കാലം നമ്മുടെ സഭയുടെ ഈ വർഷത്തെ കലണ്ടർ ഒന്ന് നോക്കുവാനിടയായി. Many of the things have not happened what we planned. നാം പ്ലാൻ ചെയ്തതുപോലെ അനേക കാര്യങ്ങൾ ഇതിനോടകം നടക്കുവാനിടയായില്ല. And we don't know rest of the months would we be able to do anything that's laid down on the calendar. ആ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുവാനുള്ള മാസങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But one thing the Lord assured me very forcefully. എന്നാൽ ശക്തിയോടെ ദൈവം എനിക്ക് ഉറപ്പ് തന്നതായ ഒരു കാര്യമുണ്ട്. God will see his plan through our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനുകൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നുവെന്ന് ദൈവം ഉറപ്പാക്കും. There is no wall before us which can stop us from going ahead what God wants to do through us. നമ്മിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തടസ്സമായി യാതൊരു മതിലുകൾക്കും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. Some of you may not have big achievements in the past months. കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും വലിയ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് പറയുവാനുണ്ടാകില്ല. I don't stand here to tell you that God is going to open floodgates of heaven for you. നിങ്ങളുടെ മുമ്പിലെ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും ആത്മീക ഭണ്ഡാരം അവൻ തുറന്നിടും എന്ന് പറയുവാനല്ല ഞാൻ രാവിലെ നിൽക്കുന്നത്. But I stand to assure you that God will see his plan through your life to be fulfilled and nothing can stop him. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെതായ പ്ലാനുകൾ പൂർത്തീകരിക്കുക എന്ന് ദൈവം ഉറപ്പാക്കും. അതിനെ തടയുവാനായിട്ട് ആർക്കും കഴിയില്ല. When 2019 was coming to the end, 2019 അതിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, we have that year end prayer time going on. നമുക്ക് വർഷത്തിന്റെ അവസാനത്തിലുള്ളതായ പ്രാർത്ഥനയുടെ സമയങ്ങൾ ഉണ്ടായിരുന്നു. I could attend only the last few days of the prayer. അതിലെ അവസാനത്തെ ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. Something that God brought in my mind was, this year is not going to be very easy. ആ സമയത്ത് ദൈവം എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതായ ഒരു ചിന്തയെന്ന് പറയുന്നത്, വരുവാൻ പോകുന്നത് വർഷം അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. And that is what whenever I spoke in the last year prayer, this is what I was affirming you. കഴിഞ്ഞ വർഷത്തെ ആ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം അതായിരുന്നു. Years ahead are not going to be easy for any of us. നമ്മുടെ മുമ്പിലുള്ളതായ വർഷങ്ങൾ നമുക്ക് ആർക്കും തന്നെ അത്ര എളുപ്പമുള്ള വർഷങ്ങളാകയില്ല. So much of unrest in our country right now. നമ്മുടെ രാജ്യത്ത് വളരെയധികം വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്നതായ ഒരു സമയമാണ്. Disagreement to decisions have to be expressed. തീരുമാനങ്ങൾ സംഭവിക്കുമ്പോൾ അതിനോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായും പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. But violence can never be justified. എന്നാൽ അക്രമം ഒരിക്കലും തന്നെ നമുക്ക് അതിനെ അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല. And it takes life, it damages properties that we have to enjoy. നമുക്ക് ആനന്ദിപ്പാനായിട്ട് ദൈവം തന്നിരിക്കുന്നതായ നമ്മുടെ ജീവനും നമ്മുടെ വസ്തുക്കളെയും ഒക്കെ നശിപ്പിക്കുന്നതാണവ. But we need to be praying more for our country these days. ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. I remember in Jan-Feb we were praying for China, we were praying for Italy. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഞാൻ ഓർക്കുന്നു, നാം ചൈനയ്ക്ക് വേണ്ടി ഇറ്റലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. And we prayed that this should not come to US at all. ദൈവമേ ഇത് യുഎസിലേക്ക് കടന്നു വരരുതേ എന്ന് നാം പ്രാർത്ഥിച്ചു. But it came like a cyclone into our country. എന്നാൽ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെയാണ് നമ്മുടെ Much before we could hold ourselves, we were shaken very badly. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിന് മുമ്പേ നമ്മെ വല്ലാതെ കുലുക്കി കളഞ്ഞതായ ഒരു അനുഭവം. And the whole world was praying for US.
സകല രാജ്യങ്ങളും സകല ലോകവും USA-ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And people were thinking, how come an advanced country is going through such a terrible situation? ആളുകൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇത്രയധികം പുരോഗതി പ്രാപിച്ച രാജ്യം എങ്ങനെയാണ് ഇത്രയേറെ പ്രയാസമുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്? That is what God had kept for our country. അതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവം ഈ സമയങ്ങളിൽ ഒരുക്കിയിരുന്നത്. And we need to be praying more in these days. നാം ഈ ദിവസങ്ങളിൽ അധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. When this pandemic began in our country, we were all so anxious to pray. We were so worried and we were surrendered and submitted to prayer. ഈ മഹാമാരി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച സമയങ്ങളിൽ നാം ഒക്കെയും വളരെയധികം ഭയപ്പെടുകയും നാം അധികമായി പ്രാർത്ഥിക്കുകയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു. Slowly we started relaxing. എന്നാൽ ക്രമേണ നാം അതിൽ നിന്ന് റിലാക്സ് ചെയ്യുവാനായിട്ട് തുടങ്ങി. And we took it for granted that things will take its course and we scientifically justified it. Vaccine will come, drugs will come for that, and we started justifying it. നാം ക്രമേണ അംഗീകരിക്കുവാനായിട്ട് തുടങ്ങി. ഇതൊക്കെയും ഇങ്ങനെ തന്നെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. അതിനുള്ള മരുന്നുകളും വാക്സിനും ഒക്കെ ക്രമേണ വരും. അതുവരെയും നാം ഇങ്ങനെ തന്നെ പോയ മതിയാകുകയുള്ളൂ എന്ന് നാം നിസ്സാരമായിട്ട് കാണുവാൻ തുടങ്ങി. And we accepted the fact that all that we planned for the years ahead and for the months ahead will not come true. ഇനി നമ്മൾ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതും നാം അംഗീകരിക്കുവാനായിട്ട് തുടങ്ങി. But the last 3-4 days reminded us that we cannot relax at all. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലെ കാര്യങ്ങൾ നാം തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒട്ടും പിന്നിലേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. God is once again reminding us we got to be praying for the country that we live in. ഒരു പ്രാവശ്യം കൂടി ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം താമസിക്കുന്നതായ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. So may I appeal to you and bring a plea before you that don't drop down your armor. Continue in the prayer that we began. ഞാൻ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധവർഗം താഴെ വെക്കുവാനായിട്ട് ഇടയാകരുത്. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. Uncertainty has not faded away. അനിശ്ചിതാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതുവരെ മാറിപ്പോയിട്ടില്ല. And God has once again reminded that we got to be very, very prayerful in this world. അതുകൊണ്ട് ദൈവം ഒരു പ്രാവശ്യം കൂടി നമ്മെ ഓർപ്പിക്കുന്നത്, ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം പ്രാർത്ഥനയിൽ അധികമായി ഉറ്റിരിക്കേണ്ടത് ആവശ്യമാണ്. Today morning I bring a message to you from Joshua chapter 6. ഇന്ന് രാവിലെ നിങ്ങളോട് ഒരു യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു സന്ദേശം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Quickly let me bring the context for the chapter. ഈ ചരിത്രത്തിന്റെ ഈ അധ്യായത്തിൻ്റെതായ പശ്ചാത്തലത്തിലേക്ക് ഞാൻ നിങ്ങളെ അതിവേഗം കൊണ്ടുപോകട്ടെ. Israel has crossed Jordan. ഇസ്രായേൽ ജനം യെരിഹോ യോർദാൻ നദി കടന്നു. It was nothing short of a miracle of their crossing the river. അവർ ആ നദി കടന്നു എന്നുള്ളത് ഒരു അത്ഭുതം, ഏറ്റവും വലിയൊരു അത്ഭുതം മാത്രമായിരുന്നു. They had a 40 years of journey that seems to be ending up. അവർക്ക് 40 വർഷക്കാലം അവർ ചെയ്തതായ യാത്ര അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വന്നതുപോലെയുള്ള ഒരു അനുഭവം. And this 40 years of journey in the wilderness is something very tormentable. We cannot tolerate it. ഒരിക്കലും അവർക്ക് സഹിക്കുവാനോ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ നേരെ ചൊവ്വേ കൊണ്ടുപോകാനോ കഴിയാത്തതായ ഒരു അനുഭവമായിരുന്നു മരുഭൂമിയിലെ ഈ 40 വർഷത്തെ യാത്ര. Think of a father telling the family, ഒരു പിതാവ് മക്കളോട് പറയുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. Tomorrow evening we will have a grand dinner. നാളെ വൈകിട്ട് നമുക്കൊരു വലിയതായ ഒരു ഡിന്നർ ഉണ്ടായിരിക്കും. They don't have restaurants at that time. ആ സമയങ്ങളിൽ അവർക്ക് റെസ്റ്റോറന്റുകളൊന്നുമില്ല. There is no home delivery. ഹോം ഡെലിവറി ഒന്നും ആ സമയത്തില്ല. Tomorrow evening's dinner, tomorrow morning as they wake up, everybody got to start preparing for the dinner. അതുകൊണ്ട് താൻ പറയുന്നു, രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ നാം എല്ലാവരും തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്യേണ്ടിയിരിക്കുന്നു. And the disclaimer that he brings at that time is, ആ സമയത്ത് അവരോട് താൻ പറയുന്നതായ ഒരു ഡിസ്ക്ലൈമർ ഇതായിരുന്നു. and if the trumpet is not called and if our tents have not been taken up, we will have dinner tomorrow evening. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, കാഹളം മുഴങ്ങിയില്ലെങ്കിൽ നമ്മുടെ കൂടാരം അവിടെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടില്ല എങ്കിൽ നമുക്ക് നാളെ വൈകിട്ട് ഒരു If the Lord lifts the cloud and they have been given the marching orders, the 20 lakh people will have to start moving. എന്നാൽ ദൈവം തന്നെ മേഘം ഉയർത്തുകയും അവർക്ക് മുന്നോട്ട് പോകുവാനുള്ളതായ കൽപ്പന കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ 20 ലക്ഷത്തിലധികം വരുന്ന ജനം യാത്ര പുറപ്പെടേണ്ടത് ആവശ്യമാണ്. See, that is the kind of uncertainty these people have been living for 40 years. അപ്രകാരമുള്ള ഒരു അനിശ്ചിതമായ അവസ്ഥയിൽ കൂടിയാണ് 40 വർഷക്കാലം ഈ ജനം ജീവിച്ചത്. As they crossed over Jordan, എന്നാൽ ഇവിടെ ഇതാ അവർ യോർദാൻ നദി കടന്നു. they're so happy that God's provision they enjoyed.
അവരെ ഇതിനോടകം അനുഭവിച്ചതായ ദൈവിക കരുതലിനെ പറ്റി അവർ വളരെ സന്തോഷമുള്ളവരായി. Still they have manna to eat every morning. അന്നും രാവിലെ അവർക്ക് ഭക്ഷിപ്പാനായി മന്നയുണ്ട്. But as they cross Jordan and they come into the land of Palestine, അവരങ്ങനെ യോർദാൻ നദി കടന്ന് അവർ കനാൻ ദേശത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, it's a hilly region. അതൊരു മലകളാൽ നിറയപ്പെട്ട സ്ഥലമാണ്. North to south there is a passage. അവർക്ക് അങ്ങനെ there is a passage through Palestine from north to south. തെക്ക് നിന്ന് വടക്ക് നിന്ന് തെക്കേക്ക് പോകുന്നതായ ഒരു പാത അതിലൂടെ ഉണ്ട്. And think that they have come to a point which focuses towards westward. അവർ പടിഞ്ഞാറോട്ട് പോകുവാനുള്ളതായ ഒരു സ്ഥലത്തേക്ക്, ഒരു യാത്രയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. Chapter 6 onwards, first they capture the southern land and then they focus the northern land. 6-ാം അധ്യായം മുതലേക്ക് വരുമ്പോൾ അവർ തെക്കുള്ള രാജ്യങ്ങളൊക്കെയും കീഴടക്കിയിട്ട് അവർ വടക്കുള്ളതിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചിരിക്കുകയാണ്. But the first victory that they have to win is the wall of Jericho. എന്നാൽ ഇവിടെ ഇതാ അവർ ആദ്യം വിജയിക്കേണ്ടതായ വിജയം എന്ന് പറയുന്ന യെരിഹോ മതിലിനെ പരാജയപ്പെടുത്തണം. They have never fought a war till now. അതുവരെ അവർ യുദ്ധം ചെയ്തിട്ടില്ല. They have learnt about war. അവർ യുദ്ധങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. They have been trained for war. അവർ യുദ്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. But then they have not fought a war. എന്നാൽ ഇതുവരെയും അവർ യുദ്ധം ചെയ്തിട്ടില്ല. Some of the young men are waiting to fight a war. അവരിൽ ചെറുപ്പക്കാരായ ചിലരൊക്കെ ഒരു യുദ്ധം ചെയ്യുവാൻ തയ്യാറായിരിക്കുകയാണ്. And they see the huge wall in front of them. ഇവിടെ ഇതാ അവരുടെ മുന്നിൽ ഇവർ ഈ മഹാ മതിൽ അവരുടെ മുന്നിൽ കാണുകയാണ്. If they bypass the Jericho wall and go ahead, അവർ യെരിഹോ മതിലിനെ ചുറ്റി അവർ മുന്നിലേക്ക് പോകുന്നുവെങ്കിൽ, if say they pass over the Jericho and they go forward into their conquest of the land, അവർ ആ യെരിഹോവിനെ അത് കടന്നിട്ട് അതിനെ ചുറ്റി ശേഷമുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കുവാൻ പോകുന്നുവെങ്കിൽ, they still will have to fight wars to capture the land. ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുവാൻ അവർ യുദ്ധം ചെയ്യേണ്ടി വരും. What will happen is they will have enemies all around them. അവർക്ക് അവരുടെ മുന്നിലെല്ലാം ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. They will have the king of Jericho who can attack them from behind. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ യെരിഹോവിലെ രാജാവിന് അവരെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാനായിട്ട് കഴിയും. And then they will be surrounded by enemies. അങ്ങനെയാണെങ്കിൽ അവരുടെ ചുറ്റുപാടും അവരെ മുഴുവനായിട്ട് ശത്രുക്കൾ ചുറ്റിവളയുവാനിടയാണ്. Their captain Joshua knows that this is not that we can pass on. അങ്ങനെ അതുകൊണ്ട് അവരുടെ സൈന്യാധിപനായ യോശുവയ്ക്ക് അറിയാം, ഞങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അങ്ങനെയല്ല. So they have a formidable wall in front of them. അതുകൊണ്ട് ഇതാ അവരുടെ മുന്നില് വളരെ പ്രബലമായ ഒരു വലിയ മതിൽ അവരുടെ മുന്നിലുണ്ട്. And they know that they got to take victory over this wall, this city. അവരെ ആ മതിലിനെതിരായിട്ട് യുദ്ധം ചെയ്ത് അവരതിനെ വിജയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർക്കറിയാം. And they know that it's not easy to capture that land. ദേശം പിടിച്ചടക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാം. So let me bring a few observations to you. അതുകൊണ്ട് ഞാൻ കണ്ടതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. Israel has a problem at this point. ഇവിടെ ഈ സ്ഥലത്ത് കടന്നു വരുമ്പോൾ ഇസ്രായേലിന് ഒരു വലിയ പ്രശ്നമുണ്ട്. This is an oldest city called Jericho. യെരിഹോ എന്ന് പറയുന്നത് ആ ദേശത്തുള്ള ഏറ്റവും പഴക്കമേറിയ പട്ടണമാണ്. It has two massive stone walls around the city. ആ പട്ടണത്തിന് ചുറ്റും രണ്ട് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായ മതിലുകളുണ്ട്. It's about 8.5 acres of land. ആ പട്ടണം എന്ന് പറയുന്ന ദേശം 8.5 ഏക്കർ സ്ഥലമാണ്. The outer wall is about 20 feet high. അതിന്റെ പുറത്തുള്ളതായ മതിലിന് ഏകദേശം 20 അടി ഉയരമുണ്ട്. It was 6 feet wide, this outer wall. ഈ പുറത്തെ മതിലിന്റെ മുകളിൽ ഏകദേശം 6 അടി വീതിയുണ്ട്. Then there is a gap of about 15 feet. ആ മതിലിന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 അടിയുടേതായ ഗ്യാപ്പ് ഉണ്ട്. After 15 feet there is another huge wall of 30 feet. ആ 15 അടി കഴിഞ്ഞതിന് ശേഷം ഈ പട്ടണത്തിന് ചുറ്റും 30 അടി ഉയരമുള്ള മറ്റൊരു വലിയ മതിലുണ്ട്. And that 30 feet wall is about 20 feet wide. ആ 30 അടി ഉയരമുള്ള മതിലിന് 20 അടിയുടേതായ വീതിയുണ്ട്. This 15 feet gallery around, or the lobby between the two walls, were heavily guarded by security guards. ഇങ്ങനെ ഈ രണ്ട് മതിലുകളുടെ ഇടയ്ക്കുള്ളതായ 15 അടി വീതിയിലുള്ള സ്ഥലം സുരക്ഷാ ഭടന്മാരാൽ വളരെ ശക്തമായിട്ട് സംരക്ഷിക്കപ്പെടുന്നതാണ്. And Joshua knows that it is not very easy to get this wall down. യോശുവയ്ക്ക് അറിയാം ഈ മതിൽ തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. And he is worried and is thinking about it.
താൻ അതിനെപ്പറ്റി വളരെയധികം ഭാരപ്പെട്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Verse 1 of chapter 6 says the Jericho was securely shut because the children of Israel, none went out, none came in. 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, ആരും അകത്ത് കയറിയതുമില്ല. It is securely shut by the king and the authorities. രാജാവും അധികാരികളും ഈ പട്ടണത്തെ ശക്തമായി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. Nobody from the city should go with any peace messenger. ഈ പട്ടണത്തിനുള്ളിലുള്ളതായ ആരും തന്നെ സമാധാന സന്ദേശവുമായി പുറത്തേക്ക് പോകാൻ പാടില്ല. Nobody from outside should come into the city with any kind of threat messenger. എന്നാൽ പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമണത്തിൻ്റെതായ സന്ദേശവുമായി പട്ടണത്തിനുള്ളിലേക്ക് വരുവാനും പാടില്ല. Joshua is worried about how to go about it. ഈ പട്ടണത്തെ എങ്ങനെ തകർക്കും എന്നുള്ളതിനെ പറ്റി യോശുവ ഭാരപ്പെടുകയാണ്. There are a few handful of guys who are well trained in war. യുദ്ധത്തിലെ വളരെയധികം പരിചയമുള്ളതായ ചില ഒരു വിരലിൽ എണ്ണുവാൻ കഴിയുന്നതായ ആളുകൾ അവിടെ ഉണ്ട്. They are very clear in their concepts. അവർക്ക് യുദ്ധത്തെ പറ്റിയുള്ളതായ തത്വങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. They are fully equipped to take on any city. ഏതു പട്ടണങ്ങളെയും എടുത്ത് ആക്രമിക്കുവാൻ അവർക്ക് കഴിവുണ്ട്. But not having any experience of facing such a war, Joshua as a captain commander is worried about it. എന്നാൽ അത്തരം ഒരു യുദ്ധത്തെ ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ സൈന്യാധിപനായ യോശുവ അതേപ്പറ്റി ഓർത്ത് ഭാരപ്പെടുകയാണ്. He doesn't know how to handle the situation. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുവാൻ കഴിയുമെന്ന് യോശുവയ്ക്ക് അറിഞ്ഞുകൂടാ. The problem is too large for him to handle. തനിക്ക് നേരിടുവാനും തനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിൽ വളരെ വലുതാണ് ഇപ്പോഴത്തെ സാഹചര്യം. There are weaker sections in his society. സമൂഹത്തിന്റെ മധ്യത്തിൽ ബലഹീനരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. There are women and children who cannot fight for themselves. തങ്ങൾക്ക് വേണ്ടി സ്വയം യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത ഈ സ്ത്രീകളും പൈതങ്ങളും അവരുടെ മധ്യത്തിലുണ്ട്. He doesn't know how the property can be handled. ഈ അവിടെയുള്ളതായ വസ്തുവകകളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞുകൂടാ. When he is sitting perplexed, God appears to him. അപ്രകാരം വളരെ പരിഭ്രാന്തനായിട്ട് താൻ ആയിരിക്കുമ്പോൾ ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. And God starts speaking to Joshua. യോശുവയോട് ദൈവം സംസാരിക്കുവാൻ ആരംഭിച്ചു. You know, sometimes we too face obstacles in our way. ചില സമയങ്ങളിൽ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെയും വഴികളുടെ മധ്യത്തിൽ നാം തടസ്സങ്ങളെ നേരിടാറുണ്ട്. Don't ever think the promised land is easy to capture in our lives. ഒരിക്കലും നാം വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. The one who has promised will give the promises to us. നമുക്ക് വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം പൂർത്തീകരിച്ച് തരുമെന്നുള്ളത് ഉറപ്പാണ്. He will give the promises. He is true to his promises. അവൻ തന്റെ വാഗ്ദത്തങ്ങളോട് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം പുലർത്തുന്നവനായതുകൊണ്ട് അവൻ അത് പൂർത്തീകരിക്കും. But sometimes financial trouble comes into our life. എന്നാൽ ചില സമയത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. Sometimes health issues come to our lives. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നു വരും. Sometimes suddenly the job which we thought is secure, we lose it in a minute and we are nowhere. വളരെ സുരക്ഷിതമെന്ന് നാം കരുതിയ ജോലി ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. And let me also add another factor into this list. അതിന്റെ മധ്യത്തിലേക്ക് മറ്റൊരു ഘടകം കൂടെ ഞാൻ കൊണ്ടുവരട്ടെ. Sometimes when we are thinking that we are spiritually successful in our life, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീകമായി വളരെ ഉന്നതിയിലാണെന്ന് നാം ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ട്. sin overtakes some of our lives. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നതായ അനുഭവം We cannot tell it to anybody. അത് മറ്റാരോട് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. And we are so worried that nobody should know what I am into. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ പറ്റി മറ്റാരും അറിയരുതേ എന്നുള്ളതായ ഭാരവും ആ സമയത്ത് കടന്നു. Unknowingly our spiritual walk is stopped and is objected in the between. അങ്ങനെ നാം അറിയാതെ നമ്മുടെ ആത്മീകമായ നടപ്പ് നമ്മുടെ വഴി അവിടെ അതിൽ നാം നിന്നു പോകുന്നതായ സാഹചര്യത്തിൽ Family problems come as an hindrance to our walk to the destination. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നടപ്പില് നമ്മുടെ യാത്രയിലെ തടസ്സങ്ങളായിട്ട് ക്രമേണ ഈ കാര്യങ്ങളൊക്കെയും കടന്നു വരും. But let me remind you at this point. ഞാൻ എന്നാൽ ഈ സമയത്ത് നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാം. These obstacles are not the deadlines in our lives. ഈ തടസ്സങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലെ
വഴികളുടെ അന്ത്യമല്ല. These are not dead ends in our lives. അതൊരിക്കലും നമ്മൾ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത These അന്ത്യമായ can be വഴികളല്ല. opportunities for God to give you greater glory in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് അവയൊക്കെ. This can be door into the promises that God has given in your life. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്കുള്ള വാതിലുകളായിരിക്കാം അവ. These can be character transformation points in your life. നിന്റെ ജീവിതത്തിലെ സ്വഭാവങ്ങളെ വ്യതിയാനം വരുത്തുന്നതായ പോയിന്റുകളായിരിക്കാം അത്. Let me bring a biblical pattern that God prescribes through Paul to us in 2 Corinthians chapter 12, 7 to 10. 2 കൊരിന്ത്യർ 12:7-10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മോട് സംസാരിക്കുന്നതായ ഒരു ആത്മീയ കാര്യമുണ്ട്. I'll read it to you, and I'm prompted to read the whole verse to you. It would be read in Malayalam as well. 2 Corinthians 12, 7 to 10. Or because of these surpassing great revelations, therefore, in order to keep me from being conceited, I was given a thorn in my flesh, a messenger of Satan to torment me. 3 times I pleaded with the Lord to take it away from me. But he said to me, my grace is sufficient for you, for my power is made perfect in weakness. Therefore, I will boast all the more gladly about my weakness, so that Christ's power that may rest on me. That is why, for Christ's sake, I delight in weaknesses, in insults, in hardships, in persecutions, in difficulties. For when I am weak, I am strong. 2 കൊരിന്ത്യർ 12:7-10 വരെയുള്ളതായ വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. This attitude is something new to us. ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എന്തോ പുതിയതായ ഒരു അനുഭവമാണ്. We must realize that God's power is best revealed in our lives when we are unable to handle situations in our life. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ നമുക്ക് സ്വയം കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി വെളിപ്പെടുന്നത്. That is why somebody said, when we end, God begins from there. അതുകൊണ്ടാണ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എവിടെ നാം അവസാനിപ്പിക്കുന്നുവോ അവിടെയാണ് ദൈവം ആരംഭിക്കുന്നത്. But many a times we don't end in our life, we try to keep on finding solutions in our life. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അവസാനിപ്പിക്കുവാനായിട്ട് തുനിയുന്നില്ല. നാം സ്വയം പിന്നെയും പരിഹാരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. Even when COVID-19 came, we tried to find scientific justifications for it. COVID-19 കടന്നു വന്നപ്പോൾ പോലും അതിനെ ശാസ്ത്രീയമായ justifications ഒക്കെ കണ്ടെത്തുവാനായി നാം ശ്രമിച്ചു. In the beginning, I heard people saying, need not worry about it. This is just something that will pass on. ആദ്യമൊക്കെ ആളുകൾ പറഞ്ഞു, നമ്മൾ അതിനെപ്പറ്റി ഭാരപ്പെടേണ്ടതില്ല, ഇത് വളരെ വേഗം കഴിഞ്ഞു പോകുന്ന എന്തോ ഒന്നാണ്. But the same people, when COVID came into their family and to their lives, they were so worried. എന്നാൽ അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ വീടുകളിലേക്കും ഈ രോഗം കടന്നു വന്നപ്പോൾ അവർ ഭാരപ്പെടുവാൻ തുടങ്ങി. Because they mentally, scientifically justified this, they took it for granted that we will not be affected by it. മാനസികമായും ശാസ്ത്രീയമായിട്ടും ഒക്കെ അവർ അതിനെ ജസ്റ്റിഫൈ ചെയ്തതുകൊണ്ട് ഇതിനെപ്പറ്റി അവർ വളരെ നിസ്സാരമെന്ന് കരുതിയതുകൊണ്ട് അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. And there were very many people who were worried initially but took it for granted now when everything seems to be settled. ആദ്യമൊക്കെ വളരെയധികം ഭാരപ്പെട്ടതായ വ്യക്തികളെ ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിനെ നിസ്സാരമായി കാണുന്ന അനുഭവത്തിലേക്ക്. For 8 to 10 weeks we have managed with COVID. 8-10 ആഴ്ചകളായിട്ട് കോവിഡിന്റേതായ ഭാരത്തിന്റെ മധ്യത്തിൽ നാം അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട്. I have gone to office, nothing has happened to me. ഞാൻ ഓഫീസിൽ കടന്നു പോകുന്നുണ്ടൊന്നും എനിക്ക് സംഭവിച്ചില്ല. I have gone to Walmart, nothing has happened to me. ഞാൻ വാൾമാർട്ടിൽ കടന്നു പോകുന്നുണ്ടൊന്നും എനിക്ക് സംഭവിക്കുന്നില്ല. I have enough sanitizers with me. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സാനിറ്റൈസേഴ്സ് ഉണ്ട്. When everybody has disposable mask, I have N95 with me. എല്ലാവരുടെയും കയ്യിൽ ഡിസ്പോസബിൾ മാസ്ക് വെക്കുമ്പോൾ ഞാൻ N95 മാസ്ക് തന്നെയാണ് വെക്കുന്നത്. Somehow I will have to live with additional
additional gadgets, and that is called the mask and the sanitizer, and I will see through the coming weeks. ഞാനിപ്പോൾ എങ്ങനെയൊക്കെ ആയാലും അധികമായ കാര്യങ്ങൾ ഗാഡ്ജറ്റ്സ് ഒക്കെ എൻ്റെ കൈവശം വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ ജീവിക്കുവാനായിട്ട് പഠിക്കും. But let me tell you, none of us can keep ourselves safe. എന്നാൽ ഞാൻ പറയട്ടെ, നമുക്ക് ആർക്കും തന്നെ നമ്മെ സ്വയം സംരക്ഷിക്കുവാനായിട്ട് കഴിയില്ല. If you are not able to see the wall that is before you, probably your eyes have not still been opened. നിന്റെ മുമ്പിലുള്ളതായ മതിലിനെ നിനക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ കണ്ണുകൾ കുരുടായിരിക്കുന്ന അനുഭവം. This is the problem that is in front of us. നമ്മുടെ മുമ്പിലുള്ളതായ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. Probably you are going through very bad times, bad phase of your life. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും മോശമായ ഒരു സമയം, മോശമായ അനുഭവത്തിൽ കൂടി നീ കടന്നു പോവുകയാണ്. Like Israel, you have a huge problem before you. ഇസ്രായേലിനെ പോലെ നിന്റെ മുമ്പിലെ വലിയതായ ഒരു പ്രശ്നമുണ്ട്. When the dad comes back to the tent, children are asking, "Father, what's the problem?" പിതാവ് കൂടാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പൈതങ്ങൾ ചോദിക്കുകയാണ്, പിതാവേ എന്താണ് നമ്മുടെ പ്രശ്നം? Why do you see so why am I seeing you so worried today? ഇന്ന് നീ വളരെയധികം ഭാരപ്പെട്ടിരിക്കുന്നതായി ഞാൻ നിന്നെ കാണുന്നു. അത് എന്തുകൊണ്ടാണ്? Son, you don't know that there is a wall ahead of us. മകനെ, നിനക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മുമ്പിൽ വലിയതായ ഒരു മതിൽ ഉയർന്നു He നിൽക്കുന്നു. explains the magnitude of the wall to him. ആ പൈതലിനോട് ആ മതിലിന്റേതായ വലിപ്പത്തെ പറ്റി അവൻ വിശദീകരിക്കുന്നു. And there is a dialogue in the family. ആ കുടുംബത്തിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. Even if we get one portion opened, the soldiers inside will pounce on us. നമ്മൾ ആ മതിലിന്റെ ഒരു ഭാഗം എങ്ങനെയെങ്കിലും പൊളിക്കുവാൻ കഴിഞ്ഞാലും നമ്മെ ആക്രമിക്കുവാനായി അവിടെ പടയാളികൾ അധികമായിട്ടുണ്ട്. We will not be able to breach the second wall, which is much bigger than the previous wall. ആദ്യത്തെ മതിലിനേക്കാളും വളരെ വലുതായ രണ്ടാമത്തെ മതിൽ തകർക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. Son, this is a big problem. മകനെ, ഇതാണ് നമ്മുടെ വലിയ പ്രശ്നം. We cannot go beyond this point at any cost. എന്തൊക്കെ വില കൊടുത്താലും ഈ നാം ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് അപ്പുറത്തോട്ട് നമുക്ക് പോകാനായിട്ട് We കഴിയില്ല. cannot go even back from the position where now we are. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഇനി തിരിച്ചു പോകുവാനും കഴിയില്ല. Because we have a Jordan behind us. കാരണം നമ്മുടെ പിന്നിൽ ഒരു യോർദാൻ നദി കിടക്കുന്നു. And that was opened only because God's special provision for us. ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകമായി കരുതിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ഇടയായത്. And it is at that time certain saints are raising a good voice of singing in their tents. It is at that point some of the saints in Israel, they are singing some praises in their tents. ആ സമയത്താണ് ഇസ്രായേലിന്റെ മധ്യത്തിലുള്ളതായ ചില വിശുദ്ധന്മാരെ അവരെ ദൈവത്തിനുള്ളതായ സ്തുതി അവരുടെ ഇടയിൽ ഉയർത്തുവാൻ തുടങ്ങിയത്. I mean, Israel has a problem to face. ഇസ്രായേലിന് അങ്ങനെ ഒരു വലിയ പ്രശ്നം അവർക്ക് But at the അഭിമുഖീകരിക്കാനുണ്ട്. same time, Israel has a promise from the Lord. എന്നാൽ അതേ സമയം ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വാഗ്ദത്തമുണ്ട്. Look at verse 2. അതിന്റെ രണ്ടാമത്തെ വാക്യം നോക്കുക. And the Lord said to Joshua, "See, I have given Jericho into your hand, its kings and the mighty men of valor." യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. The war is yet to begin. യുദ്ധം ഇനിയും തുടങ്ങേണ്ടിയിരിക്കുന്നു. They haven't picked up their arms till now. അവരവരുടേതായ ആയുധം ഇതുവരെയും കയ്യിലെടുത്തിട്ടില്ല. The weapons are still in its places. അതിന്റെ ആയുധങ്ങളൊക്കെയും അതിന്റെ ഇപ്പോഴും അത് But കെട്ടിവെച്ചിരിക്കുകയാണ്. much before that, there is a promise that comes from the Lord. The land has been given to you. എന്നാൽ അതിനൊക്കെ മുമ്പ് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. ഈ ദേശം നിനക്ക് വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. This is the provision that I brought you from all the way from the land of Egypt. മിസ്രയീമിൽ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് തരുവാനായിട്ടാണ്. This is a promise that I gave to your forefathers 30 years before you. 430 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പൂർവ്വപിതാക്കന്മാർക്ക് ഞാൻ നൽകിയതായ വാഗ്ദത്തം ഇത് തന്നെയാണ്. You are at the point, at the edge to receive these promises from the Lord. ദൈവത്തിൽ നിന്നുള്ള ഈ വാഗ്ദത്തം നീ ഏറ്റെടുക്കുന്നതായ അതിന്റെ അഗ്രത്തിൽ നീ വന്നു നിൽക്കുകയാണ്. I mean, you are about to receive and you will receive. God is reconfirming the promise to them. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. Can I ask you, are you against the wall that there is nothing else that you can do in your life today? ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഒരു മതിലിന്റെ മുമ്പാകെ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നുവോ? I want to tell you, I want to assure you, my God, our God is a God who communicates to each one of us. ഞാൻ എന്നാൽ നിങ്ങളോട് ഉറപ്പോടെ ഒരു കാര്യം രാവിലെ ഓർപ്പിക്കാം. എന്റെ ദൈവം നമ്മോട് ഓരോരുത്തരോടും
സംഭാഷിക്കുന്നവനായ ഒരു ദൈവമാണ്. I mean, people can console you to a point. ഒരു പരിധി വരെ ആളുകൾക്ക് കടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. People can give you some help intermittently. വല്ലപ്പോഴും ഒരിക്കൽ നിനക്ക് ചില സഹായങ്ങൾ ചെയ്യുവാനായിട്ട് ആളുകൾ കഴിയും. But listen to a voice from the God who is your creator and who is a sovereign God in your life. എന്നാൽ നിന്റെ സൃഷ്ടാവും നിന്റെ ജീവിതത്തിലെ സർവാധികാരിയുമായ ദൈവത്തിൽ നിന്നുള്ളതായ സ്വരം നീ കേൾക്കുവാനായി തയ്യാറാകുക. In just the chapter before, we see a captain, an angel of the Lord comes to Joshua. ഇതിനു തൊട്ടു മുമ്പുള്ളതായ അധ്യായത്തിൽ നാം കണ്ടു ദൈവത്തിൽ നിന്ന് ഒരു ദൂതൻ യോശുവയുടെ അടുത്തേക്ക് കടന്നു വന്നു. Seeing his stature and the sword in his hand, Joshua was terrified. അവനെ കണ്ട് അവന്റെ കയ്യിലുള്ളതായ അവന്റെ ശരീര പ്രകൃതിയും അവന്റെ കയ്യിലുള്ള വാളും ഒക്കെ കണ്ട് യോശുവ വളരെയധികം ഭയപ്പെട്ടു. Joshua asked him, "Are you on our side or are you on that side?" യോശുവ അവനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ വശത്താണോ അതോ നീ ശത്രുപക്ഷത്താണോ? And this person says, "See, I don't know on whose side I am." അപ്പോൾ ആ വ്യക്തി പറയുന്നു, ഞാൻ ഏത് പക്ഷത്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. I have been sent by the Lord of hosts. എന്നെ അയച്ചത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. I will do what he asked me to do. അവൻ എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അതാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത്. And that is a lesson to Joshua. അതായിരുന്നു യോശുവയ്ക്കുണ്ടായ ലഭിച്ചതായ പാഠം. Joshua, you are not to take steps in your life. യോശുവയെ നിന്റെ ജീവിതത്തിലെ നീ തീരുമാനങ്ങൾ എടുക്കുവാനല്ല. Don't think that in some of the worst situations you have handled the situation. ചിലതായ ഇതിനൊക്കെ പ്രയാസമേറിയ ചില സാഹചര്യങ്ങൾ നീ കൈകാര്യം ചെയ്തതായ ചില അനുഭവങ്ങൾ ഉണ്ടെന്ന് ചിന്തിക്കരുത്. Don't think that Moses taught you every concepts of leadership. നേതൃത്വത്തിൻ്റെതായ എല്ലാ തത്വങ്ങളും മോശ നിന്നെ പഠിപ്പിച്ചു എന്ന് നീ വിചാരിക്കരുത്. At times you have to let go into the hands of the Lord. എന്നാൽ ചില സമയങ്ങളിൽ നീ വിട്ടുകൊടുക്കണം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നീ വിട്ടുകൊടുക്കേണ്ടതായ അനുഭവമുണ്ട്. And that is the time where God takes up your war. ആ സമയത്താണ് ദൈവം നിന്റെ യുദ്ധം ഏറ്റെടുക്കുന്നത്. Even before you take up your sword, the victory has been given to you. നീ വാൾ നിന്റെ കരങ്ങളിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വിജയം നിനക്ക് ദൈവം നൽകി തന്നിരിക്കുന്നതാണ്. Don't think that by your strength or your resources you can win the war before you. നിന്റെ മുമ്പാകെയുള്ള യുദ്ധം ജയിക്കുവാൻ നിന്റെ ശക്തിയും നിന്റെ കഴിവും കൊണ്ട് നിനക്ക് സാധിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. What is necessary at this point is to commune with your God. ഈ സമയത്ത് നിനക്ക് ഏറ്റവും ആവശ്യമുള്ളത് നിന്റെ ദൈവവുമായി നീ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക. Much more than listening to a message or a singing session or a worship session. ഒരു പ്രസംഗം കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് സംഗീത ശുശ്രൂഷയുടെ കേൾക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് Today we get into social media one after the other. There are too many messages. ഈ ദിവസങ്ങളിൽ നാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നുപോയാൽ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം മെസ്സേജുകൾ കേൾക്കാം. Some of them we subscribe to. ചിലതൊക്കെ നാം അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യും. It's good at its place. അത് അതിൻ്റെതായ സ്ഥാനത്ത് നല്ലതായിരിക്കും. But what I want to ask you this morning is, എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, how is your personal communion with your master? നിങ്ങൾ നിങ്ങളുടെ യജമാനനുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സംഭാഷണം പ്രകാരമായിരിക്കുന്നു. Preachers, prophets and all healers and ministers are important. It's good to listen to them. പ്രസംഗകരും പ്രവാചകന്മാരും രോഗസൗഖ്യം നൽകുന്നവരും അവരൊക്കെയും അതിൻ്റെതായി പ്രധാനപ്പെട്ടവരും അതിൻ്റെതായ ആവശ്യമുള്ളവരുമാണ്. But let me very humbly remind you, it cannot substitute your personal communion with the Lord. എന്നാൽ വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിന്റെ വ്യക്തിപരമായ ദൈവവുമായുള്ളതായ സംഭാഷണ ബന്ധത്തിന് പകരമായി അത് ഒരിക്കലും ആയിത്തീരില്ല. It is only your personal communion with the Lord which will affirm the promises in your life. നിന്റെ ദൈവവുമായുള്ള നിന്റെ വ്യക്തിപരമായ കൂട്ടായ്മ മാത്രമാണ് ദൈവം നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ ഉറപ്പിക്കുവാനായി നിനക്കിടയായി തീരുന്നത്. When you face obstacles in your life, നിന്റെ ജീവിതത്തിൽ നീ തടസ്സങ്ങളെ നേരിടുമ്പോൾ, when you face storms in your life, നിന്റെ ജീവിതത്തിൽ മുള്ളുകളെ നീ അഭിമുഖീകരിക്കുമ്പോൾ, it's not the preachings that will help you. നിന്നെ സഹായിക്കുന്നത് നീ കേൾക്കുന്നതായ പ്രസംഗങ്ങളല്ല. It's not the singing that will help you. നീ കേൾക്കുന്നതായ പാട്ടുകളല്ല നിന്നെ സഹായിക്കുന്നത്. These singing and worshiping and preaching, if you have communion with the Lord, it will remind you of God's word that is very specifically for you. നിനക്ക് ദൈവവുമായി വ്യക്തിബന്ധമുണ്ടെങ്കിൽ ഈ പാട്ടും ഈ പ്രസംഗങ്ങളും ഒക്കെ ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളെ നിന്നെ ഉറപ്പിക്കുവാനായിട്ടിടയായിത്തീരും. We have too many promises from the Lord. നമുക്ക് ദൈവത്തിൽ നിന്ന് അനവധിയായ വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. We have His promise that our weapons from the Lord is powerful.
നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ നമ്മുടെ ആയുധങ്ങള് ശക്തിയുള്ളതാണ് എന്നുള്ളതായ ഉറപ്പ് ദൈവം തന്നിട്ടുണ്ട്. 2 Corinthians chapter 10 verse 4 and 5 says like this. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. The weapons we fight with are not the weapons of the world. On the contrary, they are divine power to demolish strongholds. We demolish arguments and every pretension that sets itself against the knowledge of God, and we take captive every thought to make it obedient to Christ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. In the spiritual battle, sometimes Satan puts this thing in our mind. ആത്മീകമായ യുദ്ധങ്ങളിൽ സാത്താൻ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ചിന്ത കൊണ്ടുവരും. He tells us the things that you see around is only physical. നീ നിന്റെ ചുറ്റുപാടും കാണുന്നതായ കാര്യങ്ങൾ അത് ഭൗതികമായത് മാത്രമാണ്. It's that person who is against you. ആ വ്യക്തി നിനക്കെതിരാണെന്നുള്ളതാണ് അതിന്റെ കാര്യം. It is that situation which is uncomfortable for you. ആ സാഹചര്യം നിനക്ക് അത്ര സന്തോഷമായി തോന്നുന്നില്ല. It is that disagreement that is a problem. ഒരുപക്ഷേ ആ തെറ്റിദ്ധാരണയായിരിക്കാം നിനക്കൊരു പ്രശ്നമായിട്ടുള്ളത്. It's that fellowship that is a problem. ആ കൂട്ടായ്മയാണ് നിനക്കൊരു പ്രശ്നമായിട്ടുള്ളത്. It is that set of people who are a problem. ആ ഒരു കൂട്ടം ആളുകളാണ് നിനക്കൊരു പ്രശ്നമായിട്ടുള്ളത്. It is my boss who is a problem. എന്റെ ബോസ് ആണ് എനിക്കൊരു പ്രശ്നമായി. Sometimes some people think the house that I stay right now is the problem. ചില സമയത്ത് ചിന്തിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ കുഴപ്പമാണ്. If I try to set up things that I get the opening for my door from eastwards, things will settle in my life. എന്റെ വീടിന്റെ വാതില് കിഴക്കോട്ട് മാറ്റി വെച്ചാൽ ഒരുപക്ഷേ എന്റെ പ്രശ്നം മാറിയേക്കും. You know what Paul says to us? എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത് അറിയാമോ? We demolish every argument and every pretension that sets itself against the knowledge of God. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളയണം. I bring it captive to the knowledge of Christ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഞാൻ അതിനെ പിടിച്ചടക്കും. Because in connection with God, I see the unseen world that is behind every problem that I face in my life. കാരണം എന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ സകല പ്രശ്നങ്ങളുടെയും പിൻപിലായിട്ട് ഞാൻ കാണാത്തതായ ഒരു വലിയ മതിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. I don't mean to say that there is Satan working behind every problem. എല്ലാ പ്രശ്നത്തിന്റെയും പിന്നിൽ സാത്താൻ നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. But when I am able to see something beyond the problem that I face today, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നതായ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഞാൻ നോക്കുമ്പോൾ it's one person on the interview board because of which I couldn't get admission into my college. എന്റെ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ കഴിയാഞ്ഞതിന്റെ കാരണം ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. Don't think like that. അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. Probably that person is there to remind you need a communion with the God to pray for that person. ആ ഒരുപക്ഷെ ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്നത് നിനക്ക് ദൈവവുമായ ഒരു ബന്ധത്തിലായിരിക്കണമെന്ന് നിന്നെ ഓർപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നിരിക്കും. Let me go ahead. We have promises that our battles have been arranged by the Lord. നമുക്ക് പ്രശ്നങ്ങളുണ്ട് അവിടെ. We have promises that our battles have been arranged by the Lord. ദൈവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതായ യുദ്ധങ്ങളുണ്ട്. These battles have not come all of a sudden out of the blue. അത് ഈ യുദ്ധങ്ങളെ വളരെ വേഗം നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു കാര്യമല്ല. These set of people who are fatigued after 40 years of journey, ഈ ഒരു കൂട്ടം ആളുകള് കഴിഞ്ഞ 40 വർഷമായിട്ട് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ക്ഷീണിച്ചവരാണ്. I don't know how many of you have traveled much part of the month, most of the days of the month. ഒരു മാസത്തിന്റെ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ അധികം ദിവസങ്ങളും നിങ്ങൾ യാത്ര ചെയ്ത അനുഭവം നിങ്ങളുടെ എത്ര പേർക്കുണ്ടെന്ന് I am എനിക്കറിഞ്ഞുകൂടാ. somebody who has traveled almost 22 days of a month. ഒരു മാസത്തിന്റെ 22 ദിവസം യാത്ര ചെയ്ത അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. Being at different settings almost every weekend. ഓരോ ആഴ്ചയുടെ അവസാനത്തിൽ ഓരോ വീക്കെൻഡിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഞാനായിരിക്കും. I mean, living out of the box that you carry is really tough. നീ കയ്യിൽ കൊണ്ടു നടക്കുന്നതായ സൂട്ട് കേസ് ഉപയോഗിച്ച് അതിൽ നിന്ന് അതിന്റെ പുറമെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. And these people, they have been living for 40 years that way. എന്നാൽ ഈ ഒരു കൂട്ടം ജനങ്ങള്
40 വർഷമായിട്ട് അപ്രകാരമാണ് ജീവിക്കുന്നത്. Look at a set of people who are carrying a few cattle, thinking that after 10 days or after 40 days, we will be in the land of Canaan and we can rear this cattle and live happily there. മിസ്രയീമിൽ നിന്ന് ഒരു കൂട്ടം പശുക്കളെയും കന്നുകാലികളെയും കൊണ്ടൊക്കെ അവർ ഇറങ്ങിയപ്പോൾ അവർ വിചാരിച്ചു 10-40 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കനാൻ ദേശത്ത് ചെല്ലും, ഈ കന്നുകാലികളെയും കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം. And they were obviously herdsmen, people who shepherd the cattle. അവരെ കന്നുകാലികളെ പാലിച്ച് ജീവിക്കുന്നതായ ഒരു കൂട്ടം ഇടയന്മാരായിരുന്നു. But think of times that 40 days and 40 months have gone by and they have not reached their place. ഇവിടെ ഇതാ 40 ദിവസം കഴിഞ്ഞു, 40 മാസമായി കഴിഞ്ഞിട്ടും ഒരു കാനാൻ ദേശത്ത് ചെന്നിട്ടില്ല. The cows that they were milking for milk is no more good for milk. അവരെ പാലിന് വേണ്ടി പാല് കറന്നുകൊണ്ടിരുന്ന പശുക്കൾക്ക് ഇപ്പൊ പാല് കൊടുക്കുവാനില്ല. And they are in a tough situation. അവർ വളരെ കഠിനമായ ഒരു അനുഭവത്തിലായി. And now they have crossed over Jordan and there is a battle in front of them. ഇവിടെ ഇതാ ഇപ്പോൾ അവർ എരിഹോ യോർദാൻ നദി കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ മുമ്പിൽ ഒരു യുദ്ധമുണ്ട്. And God is reminding them, you know, I have set this battle for you. എന്നാൽ ദൈവം അവരെ ഓർപ്പിക്കുകയാണ്, ഈ യുദ്ധം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഞാനാണ്. Every situation that a believer goes through, God has set the battle. ഒരു വിശ്വാസി കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവന്റെ മുമ്പിൽ യുദ്ധം വെച്ചിരിക്കുന്ന ദൈവമാണ്. A saint like Paul says, and we know in all things God works for the good of those who love him, who has been called according to his purpose. വിശുദ്ധനായ പൗലോസ് പറയുന്നത് നോക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും അവന്റെ മുമ്പിൽ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. And I also want to read another verse at this point and quickly rush 2 Corinthians chapter 4 verse 17. Therefore, do not lose heart. Though outwardly we are wasting away, yet inwardly we are being renewed day by day. For our light and momentary troubles are achieving for us an eternal glory that far outweighs them all. So we fix our eyes not on what is seen, but on what is unseen. Since what is seen is temporary, but what is unseen is eternal. 2 കൊരിന്ത്യർ 4-ാം മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. Sometimes we tend to think that it is our jobs which is feeding us. ചില സമയത്ത് നാം ചിന്തിക്കും, നമ്മുടെ ജോലി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നത്. I mean it when I say that. ഞാനത് പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെയാണ്. We think that our jobs feed us. നമ്മുടെ ചിന്ത നമ്മുടെ ജോലിയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം. And that's why we are so worried when we lose our job. അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ നാം ഏറെ ഭാരപ്പെടുന്നത്. In a very balanced way, let me tell you, we need jobs in this world. വളരെ അതിൻ്റെതായ അർത്ഥത്തിൽ ഞാൻ പറയാം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ജോലി ആവശ്യമാണ്. Another higher education is the only means by which I have my career. ഇനിയൊരു ഉദ്യോഗസ്ഥ കൂടിയ ഒരു പഠനം കൂടി നടത്തിയെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരു ജോലി ലഭിക്കുകയുള്ളൂ. And when I don't get admission at the right pedestal, I'm worried about it. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എനിക്ക് അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ ഞാൻ ഭാരപ്പെടും. But look what Paul is saying. എന്നാൽ പൗലോസ് പറയുന്നത് എന്താ നോക്കുക. You know, we fix our eyes on what is unseen. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കാണാത്ത കാര്യത്തിലാണ്. Because I may lose my job, but still I know God is my provider. കാരണം എനിക്കൊരു പക്ഷേ എന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, അപ്പോഴും എനിക്കറിയാം എനിക്ക് വേണ്ടി കരുതുന്നത് എന്റെ ദൈവം. I may not get admission in a college that I aspire for, still I know my future is secure in God's hand. ഞാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്ന് വന്നേക്കാം, അപ്പോഴും എനിക്കറിയാം എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. A 17-year-old boy who tried to commit suicide lying in a hospital in Delhi. ഈ 17 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനുഭവം. When Bible was read out to him, വേദപുസ്തകം അവന് വായിച്ചു കൊടുത്തപ്പോൾ, and this is one thing that made him to be a preacher and apologist to the world, who went to be with the Lord last week, because he lives, I live, and I can face tomorrow. ആ വ്യക്തിയുടെ ഈ വാക്യമാണ് അവനെ പിന്നീട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന് വേണ്ടി ഏറെ ശോഭിച്ച ഒരു അപ്പോളജിസ്റ്റ് ആയിട്ട് ജീവിച്ച് കഴിഞ്ഞ ആഴ്ചക്കാലം മരിച്ചുപോയ ആ വ്യക്തിക്ക്
അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു എന്നുള്ളതായ വാക്യം. Once again, let me remind you, our battles in life has been set by the Lord, and He knows where this battle will take us. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അവനറിയാം എവിടെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന്. We have a promise that our ability is limited only by our faith. നമുക്ക് ഒരു വാഗ്ദത്തമുണ്ട്, നമ്മുടെ കഴിവുകള് നമ്മുടെ വളരെ പരിമിതമാണ്, എങ്കിലും നമ്മുടെ വിശ്വാസമാണ് നമ്മളെ സഹായിക്കുന്നത്. That's why Paul says, I can do all things through Christ who strengthens me. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. It's not a statement of overconfidence. അത് വളരെയധികം ഓവർ കോൺഫിഡൻസിന്റേതായ ഒരു പ്രസ്താവനയല്ല. I can do everything, എനിക്ക് സകല കാര്യവും ചെയ്യുവാൻ കഴിയും. which includes that I would live my life a day without bread provided for me. എനിക്ക് വേണ്ടി ഭക്ഷണം കഴിതരുവാൻ ഇല്ലാത്തതായ ഒരു സാഹചര്യത്തിലും ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതും അതിനകത്ത് include I ആണ്. can do everything includes that I will be in a dark room where I am prisoned for the sake of gospel. എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഒരു ഇരുണ്ട കാരാഗ്രഹത്തിൽ സുവിശേഷത്തിന് വേണ്ടി അടക്കപ്പെടുക എന്ന് പറയുന്നത്. Paul as a human being cannot do that. പൗലോസ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് ഒരിക്കലും അത് ചെയ്യുവാൻ കഴിയില്ല. But by faith he knows that Christ strengthens him, and so he is in those situations. എന്നാൽ വിശ്വാസത്തിൽ അവനറിയാം അവനെ ശക്തീകരിക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടെയും കടന്നു പോകുവാൻ അവന് My കഴിയും. dear believers, if you are struggling in any area of your life, പ്രിയ വിശ്വാസിയെ, നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നീ ഭാരപ്പെടുന്നുവെങ്കിലും remember, only by faith you can see that Christ can strengthen you. വിശ്വാസത്തിൽ മാത്രമാണ് ക്രിസ്തു നിന്നെ ശക്തീകരിക്കുന്നതിനെ കാണുവാൻ കഴിയുന്നത്. We have a promise of power in the day of battle. യുദ്ധത്തിന്റെ ദിവസങ്ങളിൽ ശക്തിയുടേതായ ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. There we have a promise that we will not fight this battle alone. നാം ഈ യുദ്ധം ഏകരായി തനിയെ ചെയ്യേണ്ടി വരികയില്ല എന്നുള്ളതായ വാഗ്ദത്തം നമുക്കുണ്ട്. When the battle ends, ആ യുദ്ധം അവസാനിക്കുമ്പോൾ we will rejoice together. നാം ഒരുമിച്ച് സന്തോഷിക്കും. My dear believers, let me remind you, പ്രിയ സഹോദര, പ്രിയ വിശ്വാസിയെ, ഞാൻ നിന്നെ ഓർപ്പിക്കട്ടെ, one after the other there will be battles in your life. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിന്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകും. Today you think an admission into a college is difficult. ഇന്നൊരു പക്ഷേ നീ ചിന്തിക്കുന്ന ഒരു കോളേജിലെ അഡ്മിഷൻ ആണ് പ്രശ്നം. You may get an admission in the college. നിനക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടും. You will fight it out. നീ അതിനു വേണ്ടി യുദ്ധം ചെയ്യും. Then you will be fighting a battle whom to marry. പിന്നീട് നീ യുദ്ധം ചെയ്യുകയാണ്, ഇനി ആരെയാണ് വിവാഹത്തിന്. And after that you will be fighting a battle how to raise up these children. അതിനുശേഷം നിനക്കൊരു യുദ്ധമുണ്ട്, എന്റെ പൈതങ്ങളെ വളർത്തുന്നത്. At the same time you are fighting a battle of how to establish myself. നമ്മെ ഒരു സ്ഥലത്തെ പ്രകാരം എസ്റ്റാബ്ലിഷ് സ്വയം ചെയ്യുവാനും കഴിയും. ആ ഒരു യുദ്ധം നാം ചെയ്തുകൊണ്ടിരിക്കും. How to make secure the future of my children. എന്റെ പൈതങ്ങളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കും. And after that health issues come. അതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. You have diabetes, you have blood pressure, you have heart problem, then it is all another avenue of battle in your life. പിന്നീട് ഉണ്ടാകുന്ന യുദ്ധങ്ങളെ, ഒരുപക്ഷെ രോഗങ്ങളെ, ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലം, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. But let me tell you, we are looking for a time when all these battles are going to end. എന്നാൽ ഈ യുദ്ധങ്ങളൊക്കെയും അവസാനിക്കുന്നതായ ദിവസത്തിന് വേണ്ടി നാം കാത്തിരിക്കുക. We are looking for a time when we will be with our Lord, having victory over because we are in the presence of God. നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് യുദ്ധങ്ങളുടെ മേലുള്ള വിജയം നേടുന്ന ഒരു സമയത്തിനായി കാത്തിരിക്കുക. Israel had a problem. ഇസ്രായേലിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. Israel had a promise. ഇസ്രായേലിന് ഒരു വാഗ്ദത്തം ലഭിച്ചിരുന്നു. Israel can see that promise come through because Israel has a partner. ഇസ്രായേലിനെ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ പരിഹാരം വരുന്നത് കാണുവാനായി കഴിയും. കാരണം ഇസ്രായേലിന് ഒരു സഹായിയുണ്ട്. The partner is none other than God himself with him. അവരോടൊപ്പം ഉണ്ടായിരുന്നതായ അവരുടെ ദൈവമായിരുന്നു അവരുടെ സഹകാരി. Let me remind you, prophets have not come into the picture. ഇവിടെ ഇതാ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, പ്രവാചകന്മാർ ഇവിടെ ചിത്രത്തിൽ വന്നിട്ടില്ല. There is no teacher in the picture. ഈ ചിത്രത്തിൽ യാതൊരു ഉപദേഷ്ടാക്കന്മാരും കടന്നു വന്നിട്ടില്ല. It's God communicating to his people. ഇവിടെ ഇതാ ദൈവം തന്റെ ജനത്തോട് സംഭാഷിക്കുന്നത്. God communes with his people. ദൈവം തന്റെ ജനവുമായി കൂട്ടായ്മ ആചരിക്കുന്നതിന്. And God is assuring them, I am in absolute control of the battle. ദൈവം അവരെ ഉറപ്പിക്കുന്ന കാര്യം, നിങ്ങളുടെ യുദ്ധം പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാണ്. God being in control of the battle doesn't reduce the size of the wall before them. ദൈവം യുദ്ധത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളതായ മതിലിന്റെ വലിപ്പം കുറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. The width of the wall doesn't come less.
മതിലിന്റേതായ വലിപ്പം അതൊട്ടും തന്നെ The കുറയുന്നില്ല. height of the wall doesn't come down. മതിലിന്റെ ഉയരവും കുറയുന്നില്ല. The wall stands there. മതിലിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. But there is somebody who is leading us. എന്നാൽ നമ്മെ നയിക്കുവാനായി ഇപ്പോൾ ഒരു വ്യക്തി. And the captain is the assurance of the victory for our battles. യുദ്ധത്തിന് വേണ്ടി സൈന്യാധിപൻ എന്ന നിലയിൽ തനിക്ക് വിജയത്തിന്റേതായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. I won't expound, but I would make a few statements here. ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിലും ചില പ്രസ്താവനകൾ ഞാനിപ്പോൾ നടത്താം. You know, when this partner is with us, നമുക്ക് നമ്മളോടൊപ്പം ഒരു സഹകാരി ഉള്ളപ്പോൾ the priority is for silence. നമ്മുടെ മുൻഗണന എന്ന് പറയുന്നത് നിശബ്ദതയ്ക്കായിരിക്കണം. You know, sometimes we, especially Pentecostals, are so bad in maintaining silence in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിശബ്ദത പാലിക്കുവാനായി പെന്തക്കോസ്തുകാരെ നമുക്ക് പലപ്പോഴും വളരെ പ്രയാസമാണ്. We can make a big noise in worship, we can jump, we can clap hands, we can speak in tongues, and we make all noises. നാം വളരെയധികം ശബ്ദമുണ്ടാക്കും, നാം ഉച്ചത്തിൽ കൈയടിക്കുകയും അന്യഭാഷ പറയുകയും ചാടുകയും ഒക്കെ ചെയ്യും. But there are times where we have to be absolutely silent in His presence. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പരിപൂർണ്ണ നിശബ്ദയോടെ കാത്തിരിക്കേണ്ടതായ And സമയം. let me tell you, it is extremely difficult to be silent mentally in His presence. ദൈവത്തിന്റെ സന്നിധിയിൽ മാനസികമായി നിശബ്ദതയോടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമാണ്. We may zip our mouth and sit silently. ഒരുപക്ഷെ നമ്മുടെ അധരങ്ങളെ അടച്ച് നാം നിശബ്ദമായി ഇരുന്നേക്കാം. But our minds keep running. നമ്മുടെ മനസ്സ് അപ്പോഴും ഓടുകയാണ്. The seat for anxiety and worry keeps running too fast. നമ്മുടെ മനസ്സ് ഭാരങ്ങളൊക്കെ കഴിയിട്ട് വളരെ വേഗത്തിൽ ഓടുകയാണ്. But you know what Joshua told the people? ഇവിടെ എന്താ യോശുവ ജനത്തോട് പറഞ്ഞെന്നറിയാമോ? You may be whoever you are. നീ ജീവിതത്തിൽ ആരൊക്കെ ആയിക്കൊള്ളട്ടെ. You may be the one who is jumping and pumping worshiper. നീ ദൈവസന്നിധിയിലെ ഉച്ചത്തിൽ ചാടുകയും പാടുകയും ചെയ്യുന്ന You ആരാധകനായിരിക്കാം. may be an expert in using weapons. ആയുധം ഉപയോഗിക്കുന്നതിലേറെ കഴിവുള്ളവനായിരിക്കാം. You may be an expert in using any kind of instruments. ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുവാനായിട്ട് ഏറ്റവും You കഴിവുള്ളവനായിരിക്കാം. may have the most melodious voice. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി പാടുന്ന സ്വരം നിനക്കുണ്ടായിരിക്കാം. You can sing and bring the heaven down, and that's your capacity. സ്വർഗ്ഗം ഇറങ്ങി വരുന്ന തരത്തിൽ പാടുവാനുള്ളതായ കഴിവ് But നിനക്കുണ്ടായിരിക്കാം. when you are going round the wall, you got to be absolutely silent. എന്നാൽ മതിലിന് ചുറ്റും നീ നടക്കുമ്പോൾ നീ പരിപൂർണ്ണ നിശബ്ദത പാലിക്കണം. The Lord will fight for you when you keep silent. നീ നിശബ്ദമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം. Don't think that your voices make heaven move. നിന്റെ ശബ്ദമാണ് സ്വർഗ്ഗത്തെ ചലിപ്പിച്ചതെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. Don't think your loudest prayer is what God listens. നീ ഏറ്റവും ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതാണ് ദൈവം കേട്ടതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. Don't think your best words or put in best of the vocabulary that changes heaven. നീ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച മനോഹരമായ വാക്കുകളാണ് സ്വർഗ്ഗത്തെ ചലിപ്പിച്ചതെന്ന് The ചിന്തിക്കരുത്. longest prayer that you can pray is not what moves heaven. ഏറ്റവും ദീർഘമായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗ്ഗത്തെ ചലിപ്പിക്കണമെന്നില്ല. But if you can keep your mind silent in the presence of God, എന്നാൽ ദൈവസന്നിധിയിൽ നിന്റെ മനസ്സിനെ നിശബ്ദമാക്കി നീ കാത്തിരിക്കുമ്പോൾ, and in that attitude you say, Lord, I don't know what's going to happen. ആ മാനസിക മനോഭാവത്തിൽ നാം ദൈവത്തോട് പറയും, ദൈവമേ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് My അറിഞ്ഞുകൂടാ. calculations have gone haywire. എന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയിരിക്കുന്നു. I don't know what is going to happen in what you have asked me to do. നീ എന്നോട് ചെയ്യുവാൻ കൽപ്പിച്ചതൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I know you are in control. എന്നാൽ നീയാണ് നിയന്ത്രിക്കുന്നതെന്ന് എനിക്കറിയാം. I am not worried in my mind. അതുകൊണ്ട് എന്റെ മനസ്സിൽ എനിക്ക് ഒരു ഭാരവുമില്ല. I am not opening my mouth in front of you. ഞാൻ എന്റെ മുമ്പാകെ എന്റെ മധുരങ്ങളെ ഞാൻ തുറക്കുവാൻ I പോകുന്നില്ല. don't know what to pray. എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Somebody called me last week. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഒരാൾ വിളിച്ചു. And he is saying, Pastor, I don't know what to pray now. താൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പൊ ഇനി എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. And COVID has affected my family very badly. ഈ കോവിഡ് എന്റെ കുടുംബത്തെ വളരെ മോശമായി അത് അഫക്ട് ചെയ്തിരിക്കുകയാണ്. We have prayed, we have fasted, we have done everything possible and don't know what to pray now. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഉപവാസിച്ചു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. Brother, sister, if you are listening to me now, സഹോദര സഹോദരി, നീ എന്നെ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ be silent in the presence of God ദൈവസന്നിധിയിൽ നീ നിശബ്ദമായിരിക്കുക. and be assured that He has taken charge of your battle. നിന്റെ യുദ്ധത്തെ അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം നീ ഉറപ്പാക്കുക. Battle is no more yours because
you have no potential to fight this battle. നീ യുദ്ധം നിനക്കുള്ളതല്ല, കാരണം യുദ്ധം ചെയ്യുവാൻ യാതൊരു കഴിവും നിനക്കില്ല. Secondly, the principle of obedience through faith comes into action here. രണ്ടാമത് വിശ്വാസത്തിൽ കൂടി അനുസരണത്തിലേക്കുള്ളതായ ഒരു പ്രവൃത്തിയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. Lord, the concepts that I have learned doesn't allow me to do what I am doing right now. ദൈവമേ, ഞാൻ പഠിച്ചതായ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്യുവാനായിട്ട് എന്നെ അനുവദിക്കുന്നില്ല. We have to be scheming, we have to be making strategy for war to get this wall down. ഈ മതിൽ തകർത്ത് വീഴണമെങ്കിൽ അതിനെതിരെ യുദ്ധം ചെയ്യുവാനുള്ളതായ പദ്ധതികളും പ്ലാനുകളും ഒക്കെ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. Remember, they don't have big bombs at that time. അവരുടെ കയ്യിൽ അന്ന് വലിയ ബോംബൊന്നുമില്ല. They have to physically get this wall down. അവരതിനെ ശാരീരികമായി ആക്രമിച്ച് ഇടിച്ചു കളയണം. But then God has asked them to do something very unusual. എന്നാൽ ദൈവം അവരോട് ചെയ്യുവാനായിട്ട് കൽപ്പിച്ചത് വളരെ അസാധാരണമായ ഒരു കാര്യമായിരുന്നു. Lord, people standing inside would be laughing at us. ദൈവമേ, അകത്ത് നിൽക്കുന്നവർ ഒരുപക്ഷെ ഞങ്ങളെ നോക്കി അവർ കളിയാക്കിച്ചിരിക്കും. What is this people doing? ഈ കൂട്ടം എന്താണ് ചെയ്യുന്നത്? They claim to be Lord with them. അവരുടെ കൂടെ ദൈവമുണ്ടെന്നാണ് അവർ പറയുന്നത്. Their God has got them across Jordan without a bridge over it. ഒരു പാലം പണിയാതെ അവരുടെ ദൈവം അവരെ യോർദാൻ നദി കടത്തിയതാണ്. He has given victory in the last 40 years is what we have heard. കഴിഞ്ഞ 40 വർഷമായിട്ട് ദൈവം അവർക്ക് വിജയം കൊടുത്തു എന്നാണ് നാം കേട്ടത്. And this people, they were scared when Israelites came closer to them. ഈ കൂട്ടരെ ഇസ്രായേൽ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. But then it's the obedience that matters in this situation. എന്നാൽ അനുസരണമാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നോക്കുന്നത്. Let me tell you, we defeat difficulties by compliance with God. നാം പ്രയാസങ്ങളെ പരാജയപ്പെടുത്തുന്നത് ദൈവത്തോടുള്ളതായ അനുസരണത്തിൽ കൂടിയാണ്. We got to comply to what he is asking. അവൻ നമ്മോട് ചെയ്യുവാൻ കൽപ്പിക്കുന്നത് അത് അനുസരിക്കുക എന്നുള്ളതാണ്. Your minds has to say, Lord, enough of me, and now it's into your hands. നമ്മുടെ മനസ്സ് പറയും, ദൈവമേ, എന്നെ കൊണ്ട് കഴിയില്ല, ഇനി നിന്റെ കരങ്ങളിൽ തരുന്നു. My bank balances are draining out, Lord. എന്റെ സാമ്പത്തികമായി എന്റെ ബാങ്കിലുള്ളതായൊക്കെ അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. Lord, situations are getting worse for me, O Lord. എന്റെ മുമ്പിലുള്ളതായ സാഹചര്യങ്ങൾ ഏറ്റവും മോശമായി വരുന്നു. But I comply with the Lord of hosts. സൈന്യങ്ങളുടെ ദൈവത്തെ ഞാൻ പൂർണ്ണമായും അനുസരിക്കും. How many days? എത്ര ദിവസം? Till you want me to be doing this. എത്ര ദിവസം ഞാൻ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? That is the principle of endurance. അതാണ് സഹിഷ്ണുതയുടേതായ സ്വഭാവം എന്ന് പറയുന്നത്. We know prayer is a mechanism by which we can take victory over situation. പ്രാർത്ഥനയാണ് നമ്മ ദൈവ സാഹചര്യങ്ങളുടെ മേൽ വിജയത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് നമുക്കറിയാം. As soon as we were struck by COVID, നാം കോവിഡിന്റേതായ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന we ഉടനെ called up Middle East, we called up India, we called up everywhere, asked them to pray for us. നാം ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും എല്ലായിടത്തും വിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. How many days? Initially 1 week, ആദ്യം ഒരാഴ്ച, and then 2 weeks we were worried. പിന്നെ നമുക്ക് ഭാരം കൂടി 2 ആഴ്ച. We wanted fasting prayer. നമുക്ക് 2 ആഴ്ച ഉപവാസ പ്രാർത്ഥന വേണം. We wanted longer hours of prayer. ദീർഘനേരം പ്രാർത്ഥിക്കുന്ന സാഹചര്യം. We want pastors to pray for us. നാം പാസ്റ്റർമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We want powerful people to pray for us. നമുക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കുവാൻ. We are ready to do anything to get this pandemic over. നമുക്ക് ചെയ്യുവാൻ ഈ മഹാമാരി മാറിപ്പോവാൻ But ചെയ്യേണ്ടതെല്ലാം the pandemic got stretched much more than we thought. അതിനുശേഷം നാം വിചാരിച്ചതിലധികമായിട്ട് ഇത് നീണ്ടുവന്നു. 1 day, 2 day, 3 day, 4 day. Lord, how long? ദൈവമേ, 1, 2, 3, 4 ദിവസം കഴിഞ്ഞ് ഇനി എത്ര നാൾ ഞങ്ങൾ ഇരിക്കണം? Are we fools doing this? Are we fools doing this? ഇത് ചെയ്യുന്ന ഞങ്ങൾ ഒരു വിഡ്ഢികളായി തോന്നത്തില്ലേ? No, you have to comply and show the property of endurance in this place. അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായും ദൈവം പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം. Joshua says, be silent and shout when I tell you to shout. യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ നിശബ്ദരായിരിക്കണം, എപ്പോൾ നിങ്ങൾ ശബ്ദം വെക്കുവാൻ ഞാൻ പറയുമോ അപ്പോഴാണ് നിങ്ങൾ ആർക്കേണ്ടത്. We want everything instantly at our time. നമ്മുടെ സമയത്ത് സകലവും ഉടനെ സംഭവിക്കണമെന്നാണ് നാം ചിന്തിക്കുന്നത്. I remember Pastor Marvin talking on Friday that there is a process by which we all need to go through. വെള്ളിയാഴ്ച പാസ്റ്റർ മാർവിൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. നാം ഒക്കെയും കടന്നു പോകേണ്ടതായ ഒരു പ്രോസസ് ഉണ്ട്. And the process builds our character. ആ പ്രക്രിയയാണ് നമ്മുടെ സ്വഭാവത്തെ വളർത്തുന്നത്. The process builds our relationship with him. ആ പ്രക്രിയയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ബന്ധത്തെ വളർത്തുന്നത്. Don't think a God is sitting up there whom you will call upon in the right manner, in the right way, by the right people, and you will get the answer. ഒരിക്കലും ചിന്തിക്കരുത് സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവത്തെ
ശരിയായ രീതിയിൽ ശരിയായ ആളുകൾ വഴിയായി ശരിയായി പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കുമെന്ന്. This is not a formula of mathematics, sin square theta plus cos square theta equal to 1. ഇത് മാത്തമാറ്റിക്സ് കാണുന്നത് പോലുള്ള ഒരു രാസസൂത്രമല്ല. It's not a formula by which you can work. നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂത്രവാക്യമല്ല അത്. This is a process of building character in you. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവത്തെ വളർത്തിയെടുക്കുവാനോ പണിതെടുക്കുവാനുള്ളതായ ഒരു പ്രോസസ്സാണ്. This is a process of building a relationship with you. നിന്റെ ഉള്ളില് ദൈവവുമായ ഒരു ബന്ധം പണിതെടുക്കുവാനുള്ളതായ ഒരു പ്രക്രിയയാണ്. Because you are going into a land where people are worshipping too many other gods. നിങ്ങളെ കടന്നുപോയി പിടിച്ചെടുക്കുവാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് അനവധി ദൈവങ്ങളെ ആരാധിക്കുന്ന ജനങ്ങളാണ്. All chances are there that you will be influenced by them. അവരുടെ സ്വാധീനത്തിൽ നിങ്ങളായി തീരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. Today, as you go in the group of 20 lakh people, ഇന്ന് നിങ്ങൾ 20 ലക്ഷം പേർ ഒരുമിച്ച് കടന്നു പോകുന്നു. there is only one tabernacle that you are carrying along. നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂടാരം മാത്രമാണുള്ളത്. You are less prone to be influenced by people around you. എന്നാൽ നിങ്ങളെ താമസത്തിന് ചെല്ലുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ സ്വാധീനത്തിൽ നിങ്ങളായി പോയേക്കാം. But when you go into a land where you will get settled, നിങ്ങളെ ഒരു ദേശത്തേക്ക് കടന്നു ചെന്ന് അവിടെ നിങ്ങൾ താമസിച്ചു കഴിയും, people around you will start influencing you. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളെ സ്വാധീനിക്കുവാൻ തുടങ്ങും. And then you will start looking at other gods. അപ്പോൾ നിങ്ങൾ അവരുടെ ദൈവങ്ങളിലേക്ക് നോക്കുവാനായിട്ട് തുടങ്ങും. Knowing this, the Lord had given a commandment to them: you should have no other gods other than me. അതറിഞ്ഞ ദൈവം അവർക്ക് ഒരു കൽപ്പന കൊടുത്തു, ഞാനല്ലാതെ നിങ്ങൾക്ക് അന്യ ദൈവം ഉണ്ടാകരുത്. But then they thought that everything should happen immediately. എന്നാൽ അവർ വിചാരിച്ചത് സകല കാര്യങ്ങളും തൽക്ഷണം നടക്കണം. So I wind up, Israel had a problem. ഇസ്രായേലിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. Israel had a promise. ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഉണ്ടായിരുന്നു. Israel had a partner. ഇസ്രായേലിന് ഒരു സഹകാരി ഉണ്ടായിരുന്നു. And so Israel prevailed. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ വിജയിക്കുവാനിടയായി. They got the land that they were praying for. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ ദേശം അവർ പിടിച്ചെടുത്തു. They had the word from the Lord. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള വചനമുണ്ടായിരുന്നു. They believed in the Lord. അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. They acted in faith. അവർ ആ വിശ്വാസത്തിൽ അവർ പ്രവർത്തിക്കുവാനിടയായി. They did it in God's way. അവർ ദൈവം കൽപ്പിച്ച വഴിയിൽ അത് ചെയ്യുവാനിടയായി. And so God gave them the victory. അതുകൊണ്ട് ദൈവം അവർക്ക് വിജയം നൽകി കൊടുത്തു. Everybody who is listening to me this morning, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും, can I remind you to follow these principles in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വം നിങ്ങൾ പിന്തുടരുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Follow the word of God. ദൈവത്തിന്റെ വചനത്തെ പിന്തുടരുക. Commune with him every day. അവനുമായി എല്ലാ ദിവസവും കൂട്ടായ്മ ആചരിക്കുക. Act in faith. വിശ്വാസത്തിൽ പ്രവർത്തിക്കുക. It could be something that others don't agree with or acknowledge you. ഒരുപക്ഷേ മറ്റുള്ളവർ അംഗീകരിക്കാത്തതോ മറ്റുള്ളവർ നിന്നോട് യോജിക്കാത്ത ഒരു കാര്യമായിരിക്കാം. But if God has told you, go that way. എന്നാൽ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നീ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. At the end you will see nowhere else it had happened. This wall started crumbling down. എന്നാൽ അന്ത്യത്തിൽ നീ ഈ മതില് ഇടിഞ്ഞു താഴുന്നത് കാണുവാനിടയായി. I have reasons to believe that this wall fall down not like a heap of stones of 6 feet by 10 feet wall. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ മതിൽ ഇടിഞ്ഞു വീണത് 6 അടി വീതിയിലെ 10 അടി ഉയരത്തിലെ കല്ലുകളുടെ ഒരു കൂമ്പാരമായിട്ടായിരുന്നില്ല. And when they fell down, I am tempted to believe that it went down and gave a path into the city. ഞാൻ വിശ്വസിക്കുന്നത് അത് തകർന്നു വീണപ്പോൾ അത് ഫണ്ടിനടിയിലേക്ക് താണിട്ട് അവർക്ക് പട്ടണത്തിലേക്ക് കടക്കുവാൻ ഒരു വഴി തുറന്നു എന്നാണ്. That is how my God works. അങ്ങനെയാണ് എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത്. I am not doing an exaggerated exposition of the passage. ഞാൻ ഒരു വളരെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പൊക്കി കാണിക്കുന്ന ഒരു വിശദീകരണമല്ല ഇവിടെ തരുന്നത്. It's actually the word that is used there. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അങ്ങനെയാണ്. The word used when the wall fell down, ആ മതിൽ തകർന്നു വീണതിനെ പറ്റി ഉപയോഗിച്ചിരിക്കുന്ന പദം, the wall was not a pile of stones that were there. ഒരു വലിയ കൽക്കൂമ്പാരമായി അത് വീണു എന്നല്ല അവിടെ. It was another level ground through which every side's people walked into the city. എല്ലാ വശത്തു നിന്നും ജനത്തിനുള്ളിലേക്ക് കയറത്തക്ക രീതിയിൽ ഒരു സമനിലമായിട്ടാണ് അത് വീണത്. Because this is how the Lord of hosts does in our lives. അത് കാരണം അങ്ങനെയാണ് നമ്മുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. Shall we look to the Lord in prayer? നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.